ഓണക്കാലം കഴിഞ്ഞിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്ന പ്രവാസികളെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നു. 10,000 മുതൽ 20,000 രൂപ വരെ ഉണ്ടായിരുന്ന ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ ലക്ഷങ്ങൾ കടന്നിരിക്കുകയാണ്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ചേർന്ന് ആകാശക്കൊള്ളയാണ് നടത്തുന്നതെന്ന് പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി പ്രതികരിച്ചു. ഓണക്കാലം ആഘോഷിക്കാൻ കേരളത്തിലെത്തിയ പ്രവാസികൾക്ക് തിരിച്ചു പോകാൻ വിമാന ടിക്കറ്റ് എടുക്കണമെങ്കിൽ ബാങ്ക് ലോൺ എടുക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ഓണം കഴിഞ്ഞ് ജോലി സ്ഥലത്തേക്ക് മടങ്ങാനൊരുങ്ങുന്ന മലയാളികളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ പിഴിയുകയാണ് വിമാന കമ്പനികൾ. പ്രവാസികളെ ചൂഷണം ചെയ്യുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടിക്കണക്കിന് രൂപ ദിവസവും സംഭാവന ചെയ്യുന്ന പ്രവാസി സമൂഹത്തിന് അമിതമായ വിമാന ടിക്കറ്റ് നിരക്ക് താങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ആകാശക്കൊള്ളയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സഹായത്തോടെ വിമാന കമ്പനികൾ നടത്തുന്നതെന്ന് പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി, സംസ്ഥാന ട്രഷറർ സജീവ് തൈക്കാട് എന്നിവർ പറഞ്ഞു. കേൾവിയില്ലാത്ത വിധത്തിലുള്ള കൊള്ളയാണ് വിമാന കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണം വെക്കേഷനിൽ നാട്ടിലേക്ക് വരാനും ഇവിടുന്ന് തിരിച്ചു പോകാനും വേണ്ടിയിട്ട് തൻ്റേതായിട്ടുള്ളതെല്ലാം വിറ്റുപെറുക്കി ടിക്കറ്റ് എടുക്കേണ്ട ഗതികേടിലേക്ക് വരിക. നേരെ ഇരട്ടി എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഏതാണ്ട് 10 ഇരട്ടിയോളൊക്കെ വർധനവാണ് കേരളത്തിലെ എയർപോർട്ടുകളിൽ നമുക്ക് തിരിച്ചു പോകാനായാലും ഇങ്ങോട്ട് വരാനുമുള്ള ടിക്കറ്റ് ചാർജിൻ്റെ വർധനവ്. ഒരു ഗേറ്റ് വേ പോയിൻ്റ് കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ കൊള്ളയടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം വരുന്നില്ല. ഇത് തികച്ചും മലയാളികളെ കൊള്ളയടിക്കുന്ന ഒരു സംഗതിയാണ്. എല്ലാ അർത്ഥത്തിലും മലയാളികളെ അവഗണിക്കുന്ന അല്ലെങ്കിൽ ദ്രോഹിക്കുന്ന ഒരു നയ സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട്. അമിതമായ വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് ഇതിനകം കത്തയച്ചു കഴിഞ്ഞു. സാധാരണ 10,000 മുതൽ 20,000 രൂപ വരെ ഈടാക്കിയിരുന്ന എക്കണോമിക് ക്ലാസ് ടിക്കറ്റിന് 1.25 ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇതേ റൂട്ടിലേക്കുള്ള ടിക്കറ്റുകൾ 30,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. പ്രതിസന്ധിയുടെ ഗൗരവം കണക്കിലാക്കി അധികൃതർ ഏറ്റവും പെട്ടെന്ന് വിഷയത്തിൽ ഇടപെടണമെന്നാണ് പ്രവാസി സമൂഹം ആവശ്യപ്പെടുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.